വൈശ്യരെന്നറിയപ്പെടുന്നൊരു കച്ചവട വിഭാഗത്തിൽപ്പെട്ട ബനിയ എന്നറിയപ്പെടുന്നൊരു വിഭാഗം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 90% കൈയാളി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ആശയം ചർച്ച ചെയ്യുന്നത് ജൂതന്മാർ ഇവിടെ ധാരാളമുണ്ട്, യഹൂദന്മാർ. അവർ അടയാളം ചോദിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. ഗ്രീക്കുകാർ അഥവാ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഇത് രണ്ടുമല്ലാത്ത ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചും പ്രസംഗിക്കുന്നു. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്ക് ഇത് ഭോഷത്വമാണ്. ഇന്നലെ പറഞ്ഞു നിർത്തിയ ഇടത്തേക്കാണ് നമ്മൾ വരിക. അവസാനം നമ്മൾ പറഞ്ഞത് ലോകത്തിലെ സകല ആചാര്യന്മാരും നേതാക്കളും അണികളെ തങ്ങൾക്കൊപ്പം ചേർത്തത് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. വികസന സങ്കല്പങ്ങളെക്കുറിച്ച്, സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെയുള്ള ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ എനിക്കൊപ്പം വരുന്നാൽ ത്യാഗമുണ്ടെന്നും ഇത് ക്രൂശിൻ്റെ വഴിയാണ് എന്നും കൃത്യം പഠിപ്പിച്ചുകൊണ്ട് ഒറ്റ ഗുരുവേ ലോകത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. ഇനി ഇന്ന് ഈ വിഷയത്തോട് ചേർത്ത് നമുക്ക് വായിക്കാനുള്ളത് അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ളത് മറ്റൊരു വിഷയമാണ്. പൗലോസ്ലീഹ എന്ന അപ്പസ്തോലൻ, അദ്ദേഹം നേരിട്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനല്ല. യേശുവിൻ്റെ മരണശേഷം മാനസാന്തരപ്പെട്ടു വരുന്ന ഒരാളാണ്. പക്ഷേ യേശുവിൻ്റെ പാദാന്തിക ഇരുന്ന് നേരിട്ട് പഠിച്ചവരെക്കാൾ പ്രാഗൽഭ്യത്തോടെ, കരുത്തോടെ യേശുവിനെ ഉയർത്തിയ അപ്പോസ്തലനാണ്. ക്രൈസ്തവ സഭയുടെ സിദ്ധാന്തപരമായ ആശയങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഗുരുവാണ്. അദ്ദേഹം സങ്കീർണമായ ഒരു വലിയ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഭയെ ദൈവവചന സംബന്ധിയായ ഉപദേശങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കത്ത് തയ്യാറാക്കിയാണ്, ഒരു ലേഖനം. ആ ടൗണിൻ്റെ പേരാണ് കൊരിന്ത്. കൊരിന്ത് ഒരു തുറമുഖ നഗരമാണ്. അതൊരു ഗ്രീക്ക് ആധിപത്യമുണ്ടായിരുന്ന സ്ഥലമാണ്. കൊരിന്ത് പുരാതന ലോകത്തിലെ സമ്പന്ന നഗരങ്ങളിൽ ഒന്നാണ്. കൊരിന്ത് പ്രധാനമായും തുറമുഖ നഗരമായതുകൊണ്ട് അന്നത്തെ കപ്പലുകൾ, അന്ന് സമുദ്രമാർഗ്ഗം സഞ്ചരിക്കുന്ന ഇതര സംവിധാനങ്ങൾ അതിലൂടെ കയറ്റ ഇറക്കുമതി നടത്തി വിലപിടിപ്പുള്ള പരവതാനികളും മറ്റുൽപ്പന്നങ്ങളും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന വലിയൊരു ബിസിനസ് സെൻ്ററായിരുന്നു കൊരിന്ത്. അതുപോലെ വസ്ത്രങ്ങൾക്ക് നിറം പകരുന്ന, നിരവധി കളറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, അങ്ങനെ ഡൈ ചെയ്യുന്ന തരത്തിലെ നിരവധി സ്ഥാപനങ്ങൾ നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശം. അത് ചെറിയ അളവിലല്ല, അതിസമ്പന്നർക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലെ വലിയ വ്യവസായശാലകൾ നിലനിൽക്കുന്ന സ്ഥലം. നമുക്കറിയാം അത്ര സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത. ആ സ്ഥലങ്ങളിൽ വന്ന് വിദേശികൾ മുതൽ മുടക്കി ആ നഗരത്തിലെ ആളുകൾ അവിടെ ജോലിക്കാരാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ മഹാരാജ്യം മുഴുവൻ ഭരിക്കുന്നത് 3% താഴെ മാത്രമുള്ള ഒരു സമൂഹമാണ്. നാം അറിയുന്ന പോലെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അതിന് പുറത്തുള്ള ജനങ്ങളുമായി ആയിരക്കണക്കിന് അവാന്തര വിഭാഗങ്ങളുള്ള ഈ രാജ്യത്ത് ഇന്ത്യയുടെ അധികാരം കൈയാളുന്നത് ബനിയ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സമൂഹമാണ്, ഒരു ജാതി സമൂഹമാണ്.
ആ ബനിയാ സമൂഹത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ എല്ലാം സമ്പത്തിനെ വെച്ച് തുലനം ചെയ്തിട്ട് ആ 3% ആളുകളുടെ പണമാണ് ഒരുപക്ഷെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുഴുവൻ നട്ടല്. അവരാണ് ഇന്ത്യ ഭരിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലായി കാണില്ല. വൈശ്യരെന്നറിയപ്പെടുന്ന ഒരു കച്ചവട വിഭാഗത്തിൽപ്പെട്ട ബനിയ എന്നറിയപ്പെടുന്നൊരു വിഭാഗം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 90% കൈയാളി വെച്ചിരിക്കുകയാണ്. അവർ ചിലരുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളുടെ പേര് അദാനി എന്നാണ്, മറ്റൊരാളുടെ പേര് അംബാനി എന്നാണ്, ഇനി ഒരാളുടെ പേര് ബിർള എന്നാണ്. ബിർള മന്ദിർ ഉണ്ടല്ലോ, ഗാന്ധിജിക്ക് വസിക്കാൻ വീടൊക്കെ വിട്ടുകൊടുത്ത ബിർള. ആ ബിർള ഗാന്ധിജിയുടെ ബന്ധു കൂടിയായിരുന്നു. ഗാന്ധിജിയും ബനിയ വിഭാഗമാണ്. ലക്ഷ്മി മിത്തൽ ഉണ്ടല്ലോ, ഉരുക്ക് വ്യവസായി, ഇവരാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൈയാളുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വലിയ നഗരങ്ങളെയൊക്കെ സമ്പന്നരെ പിടിച്ചെടുക്കും, തദ്ദേശീയരവിടെ ജോലിക്കാരാവും. അദാനിയുടെ പോർട്ടുമൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ തന്നെ ഒരാവർത്തനമാണ്. നമുക്കൊക്കെ അവിടെ ജോലി കിട്ടും, കിട്ടിയേക്കാം, പക്ഷേ അദാനിക്ക് കീഴിലാണ് നമ്മുടെ ജോലി. ഇതുപോലെയാണ് വന്നു വർക്കുന്ന മനുഷ്യരുടെ പക്കലാണ് വലിയ ടൗൺഷിപ്പുകളാവുക, നാട്ടുകാരയിലല്ല. അങ്ങനെ ഒരു വലിയ സമ്പന്ന നഗരം, ഒരു നഗരം സമ്പന്നമാകുന്നതോടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നതോടെ, ഒരു മേഖല അഭിവൃദ്ധിപ്പെടുന്നതോടെ മനുഷ്യൻ കൂടുതൽ അവനവനിലേക്ക് ചുരുങ്ങും. ഒരു തെളിവ്, ഈ ടി വിയും വൈദ്യുതിയും ഒന്നും അത്ര സർവ്വസാധാരണമല്ലാതിരുന്നൊരു കാലമുണ്ട്. അന്ന് നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ, അയൽക്കാരുമായി സംസാരിക്കാൻ, പരിഭവിക്കാൻ, പിണങ്ങാൻ, വാക്കിലറ്റം നടത്താൻ ഇഷ്ടം പോലെ സമയമായിരുന്നു. ഈ ടി വി വന്നതുകൊണ്ടുണ്ടായൊരു ഗുണം, സഹോദരിമാരൊക്കെ നേരത്തെ കുളിച്ചൊരുങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ച് ആഹാരവും കഴിച്ചിട്ട് സീരിയൽ കാണാനായിട്ടിരിക്കും. അതൊരു ഗുണമാണ്. അതുകൊണ്ട് മറ്റു വഴക്കുകളില്ല. പുള്ളിക്കാരനുള്ള ആഹാരം റെഡിയാക്കിയോടെ വെച്ചേക്കും. വേണ്ടി വന്നാൽ അല്പം കൂടെ ചൂടാക്കിയത് കൊടുക്കും, കാരണം ഇവർക്കിത് കാണണം. ഇടയ്ക്കൊരു സഹോദരി പറഞ്ഞെന്നാണ് പറഞ്ഞത്, സീരിയൽ കണ്ടിട്ട് പ്രാർത്ഥിക്കുക, അതാകുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. മാത്രമല്ല മറ്റൊരാൾ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ പ്രായമുള്ളൊരമ്മച്ചി പറഞ്ഞു, ഈ സീരിയലിലെ കഥാനായികയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കഴിഞ്ഞ ആഴ്ച കാണുമ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. എൻ്റെ വിടുതലിൻ്റെ കരമയച്ച് ശക്തിപ്പെട്ടു, അന്യഭാഷയെ സംസാരിച്ച് അതിനെ വെട്ടി പ്രാർത്ഥിച്ചോളാം. എന്തിനാ പറഞ്ഞേ? ഒരു ദേശത്ത് ഇത്തരം ചില കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. പണ്ട് നമ്മൾ ചെറിയ വാക്കിലിട്ടു, അഭിപ്രായ വ്യത്യാസവും, മദ്യപിച്ച 2 സഹോദരന്മാർ ചീത്തയൊക്കെ പറയുമെങ്കിലും അവരുടെ വീട്ടിൽ ആഹാരമുണ്ടോ, അവൻ രോഗിയാണോ, എന്താ അവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇങ്ങനൊരു അന്വേഷണം ഉണ്ടായിരുന്നു. നമ്മളൊത്തിരി പുറകിലേക്ക് പോയി ഇല്ലേ? അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു, അതെൻ്റെ വിഷയമല്ലാതായി മാറി. അങ്ങനെ നമ്മളൊത്തിരി സ്വാർത്ഥരായി. അത് മുംബൈ പോലുള്ള തെരുവിലേക്ക് എന്നാൽ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാരാണെന്ന് പോലും നമുക്കറിയില്ല. അവനെക്കുറിച്ച് ആർക്കും അന്വേഷണമില്ല. ഇതാണ് ലോകം. കൊരിന്ത് ഇങ്ങനായിരുന്നു. കൊരിന്ത് സമ്പന്നമായിരുന്നോ, സമ്പന്നമായ ആ നഗരത്തിൽ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലായിരുന്നു. യഹൂദന്മാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, റോമക്കാരുണ്ട്, ഒരു സങ്കര സംസ്കാരം, ഒരു മിശ്രിത സംസ്കാരം. അതിനിടയിൽ ഒരു ചർച്ച് പ്ലാന്റ് ചെയ്യുക, അത് പ്രയാസമാണ്. കാരണം എന്തെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ സഭകളുടെ ഒരു പ്രശ്നം, അധികം ആളുകൾ അതിലുണ്ടാവില്ല. 8 പേര് 10 പേര്, ചിലപ്പോൾ 10 കുടുംബം, അങ്ങനെ ചിലത് വലിയ ചർച്ചകളുണ്ട്. കാരണം വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നൊരു ദേശത്ത് അവരോടൊക്കെ പറയേണ്ട വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. ഇതിനുള്ളിലേക്ക് ആളെടുത്തു വരാൻ അനുഭവങ്ങൾ വേണം. പ്രാർത്ഥനയിലെ വിടുതലാണ് പലരെയും ഇതിനകത്ത് എത്തിക്കുന്നത്. അസ്വസ്ഥത നിറഞ്ഞ മനുഷ്യരാണ് ആ അസ്വസ്ഥതകളുടെ മീതെ ജയമെടുക്കുമ്പോൾ ഇതിനുള്ളിലേക്ക് വരുന്നത്. പ്രതിസന്ധിയുടെ ഒക്കെ മീതെ ജയിക്കുന്ന മനുഷ്യരാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അനുഭവങ്ങളുള്ളവർക്ക് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്താ പറഞ്ഞേ?
ഇങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതി ഈ കൊരിന്തിൽ സംജാതമായി. അപ്പം അവിടെ ചർച്ച രൂപീകരിക്കുക പ്രയാസമാണ്. അപ്പോൾ ഇവിടേക്ക് പൗലോസ്ലീഹ വന്ന് അനുചരന്മാർ വന്ന് ദീർഘവർഷം പ്രവർത്തിച്ച് ഒരു ചേർച്ച ഉണ്ടായി. നമുക്കൊരു കാര്യം അറിയാം, ഏതൊരു ഇത്തരം നഗരങ്ങളെയും കേന്ദ്രീകരിച്ച ഒരു അധോലോകം രൂപവൽക്കരിക്കപ്പെടും. അധോലോകം എന്നത് വികസിത നഗരങ്ങളുടെ, വികസിത പട്ടണങ്ങളുടെ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളാണ്. മുംബൈയിലുണ്ട്, അതല്ലെങ്കിൽ ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. വലിയ വലിയ നഗരങ്ങളിൽ ഇത്തരം സമാന്തര അധോലോകങ്ങളുണ്ടാവും. അത് മയക്കുമരുന്നുകളുടെ രൂപത്തിൽ, ദുർമാർഗത്തിൻ്റെ രൂപത്തിൽ, ആക്രമണകാരികളായ ആളുകളുടെ രൂപത്തിൽ ഒരു അധോലോകം അത് സമാന്തരമായി പ്രവർത്തിക്കും. അതാണ് ഇതിലെപ്പോൾ നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ നേതാക്കൾ യാത്രാമധ്യേ കൊല്ലപ്പെടുന്നു, ഹെലികോപ്റ്ററുകൾ തകരുന്നു. അതുപോലെ അവിചാരിതമായ ഘട്ടത്തിൽ ദുരൂഹ മരണങ്ങൾ അവരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിന് പുറത്ത് ധാരാളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത്തരം സംഘങ്ങളാണ് തീരുമാനിക്കുന്നത് അടുത്തത് എന്തു വേണം. ഇത് അസ്വസ്ഥതയാണ്. ഇതിനൊക്കെ വേണ്ടി ആരെങ്കിലും പിന്തുണ കൊടുക്കുമെങ്കിൽ കാലം അവർക്കും കരുതി വെച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ശിക്ഷ. ബൈബിൾ പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതിന് മാറ്റമില്ല. ഏതൊരുത്തനും അവൻ്റെ പ്രവൃത്തിയുടെ തിരിച്ചടി ആ രൂപത്തിൽ ലഭിക്കുമെന്ന് കൃത്യതയോടെ എഴുതി വെച്ചൊരു ഗ്രന്ഥമാണിത്. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിക്കരുത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ഈ തിരുവെഴുത്ത് അലംഘനീയമായി പറയുമ്പോൾ ഇന്ന് വചനം കേൾക്കുന്നവർക്കിടയിൽ ഇത്തരത്തിലെ കൊരിന്തിൻ്റെ ഒരു മാനസികാവസ്ഥയുടെ ഏതെങ്കിലും രൂപഭാവങ്ങൾ വ്യക്തിജീവിതങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ അകപ്പെട്ട് കിടക്കുന്ന ഇത്തരം ദുര്യോഗങ്ങളുടെ മീതെ ഒരു അതിജീവനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചു പോകരുത്. മരണത്തിൻ്റെ മാരകമായ ശിക്ഷാവിധി കടന്നു വരും മുമ്പ് പാപത്തിൻ്റെ വളച്ചതകളെ എന്തേക്കും വലിച്ചെറിഞ്ഞിട്ട് പുതുജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന നാസറായനായ യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ വിടുതലിന് വേണ്ടി ആര് ജാഗരിക്കും? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഇന്നൊരു പുത്തൻ അനുഭവമായി ജനഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൊരിന്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇവിടേക്ക് ഒരു മനുഷ്യൻ വന്നു. കൊരിന്തിൽ നിങ്ങളോ ഞാനോ ചെന്നാൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില അദൃശ്യ ശക്തികൾ നിങ്ങളെ സ്വാധീനിക്കും. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മളിലെല്ലാം രൂഢമൂലമായി കിടക്കുന്ന നന്മയും തിന്മയും ഉണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി നന്മയുള്ളവനാണെന്ന് തന്നെയാണ് എൻ്റെ വാദം. അല്ലാതെ ഈ കാലം ഏതാണ്ട് മോശമായെന്നും പണ്ടൊക്കെ നല്ലതാണെന്നൊക്കെ പ്രായമുള്ള ആളുകൾ പറയാറുണ്ട്. നമ്മളൊരു പാട്ട് കേട്ടോ, പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, അന്നും പല മതം ഉണ്ടായിരുന്നേ, അന്ന് വളരെ മോശമായിരുന്നു ഇന്നത്തേക്കാൾ. ഭരണകൂടവും സർക്കാരും പോലീസും എല്ലാം അന്നായിരുന്നു മോശം. ഇവിടെ പോലീസും ഒക്കെ മാന്യമായി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ വന്നോണ്ടാ. അല്ല, അവർക്ക് പ്രത്യേകിച്ച് ബോധവൽക്കരണം വന്നതോ സൈക്കോളജിക്കലായിട്ട് അവർ കാര്യങ്ങളെ നേരിടാൻ പഠിച്ചു എന്നല്ല. ആൾക്ക് മാറ്റമായി. കുറ്റകൃത്യങ്ങൾ കറക്റ്റ് ആളുകൾ പിടിച്ചെടുത്ത് അങ്ങോട്ടിടും, അത് ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി മാറ്റം ഉണ്ടായി. മനുഷ്യന് മൂല്യം വർദ്ധിച്ചത് ഇപ്പോഴാണ്, മാറ്റമൊക്കെ ഉണ്ടായത് ഇപ്പോഴാണ്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ടെന്നുള്ള തെളിവെന്താ? നിങ്ങളിതുവഴി വാഹനത്തിൽ യാത്ര ചെയ്യുക, നിങ്ങളുടെ ബൈക്കിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുക, ഒരു വലിയ തീവ്രവാദി നിങ്ങളുടെ പുറകെ വരിക. അവൻ നിങ്ങളെല്ലാം രക്ഷപ്പെട്ടു, വേറെ ആളെയാണ്. അയാൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ഗ്ലാസ് കാത്തിട്ട് കാണിക്കും ഇവിടെ വണ്ടിയുടെ സ്റ്റാൻഡ് ശരിയാക്കി പോകാൻ. അതൊരു നന്മയാണ് അല്ലേ? ചില തിന്മയുണ്ട് ഇതുപോലെ. തിന്മയെന്ന് പറഞ്ഞാൽ അതിനെ മറച്ചു വെച്ച മനുഷ്യനെ ഇടപെടുക എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ആരിയ്ക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് എൻ്റെ മാന്യത വെളിപ്പെട്ടു വരുന്നത്. മോശപ്പെട്ടൊരു തന്നെ കിട്ടിയാൽ നമ്മൾ മോശപ്പെട്ടവരാകും ആൾക്കാർ. നല്ല മനുഷ്യരെ കിട്ടിയാൽ അതുപോലെ ആകും. മുമ്പിൽ എന്താണെന്നതിനെ ആസ്പദമാക്കിയാണ് ഒരുവൻ്റെ സ്വഭാവം എവിടെ നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയ. ചില ആളുകൾ സമൂഹത്തിൽ വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് പറയും, ഞാൻ വഴക്കൊന്നും പറഞ്ഞല്ല, എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. അങ്ങനെയാണോ ചായയൊക്കെ ചോദിക്കുന്നത് കടയിൽ കയറി? അടിതരുവേൾ ചുമ്മാ പറയുന്ന അയാളുടെ ശബ്ദം അങ്ങനെയൊന്നുമല്ല. ഒച്ചപ്പാടും ബഹളമെല്ലാം ഉണ്ടാക്കി
വഴക്കുണ്ടാവുന്ന പോലെ സംസാരിച്ചിട്ട് പറയാം, എൻ്റെ ശബ്ദം അങ്ങനെ, ഞാനിങ്ങനെ ആ കാര്യം പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ കയറി ഇങ്ങനെ പറയും. അങ്ങനെയൊന്നും പറയില്ല. നമ്മളിങ്ങനെയാണ് മനുഷ്യർ. തിന്മയും നന്മയുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം, നന്മയുള്ള രണ്ട് പേര് ചേർന്നാൽ ആ നന്മ ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് ശക്തിപ്പെടും. 3 പേര് കൂടിയാൽ വീണ്ടും, 4 പേര് കൂടിയാൽ വീണ്ടും. ആ പകർച്ച ശക്തിപ്പെട്ട് നന്മയുടെ ഒത്തിരി ഉൽപ്പന്നങ്ങളെ പുറത്തു കൊണ്ടുവരും, ഒത്തിരി ചിന്തകൾ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ ഞാൻ കണ്ണൂർ എൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട്, MSW പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിസർച്ചിന് പോയി. മദർ തെരേസയുടെ ഒരു സ്ഥാപനമുണ്ട്, അത് കാണാൻ കയറിയതാണ്. ഒരു 28-30 വയസ്സുള്ള ഒരു യൗവനക്കാരൻ, ഒരു പുരോഹിതൻ, ഒരു കത്തോലിക്ക അച്ഛൻ സ്വീകരിക്കാൻ വന്നു. നല്ല സുമുഖനായ സുന്ദരനായ ഒരു പുരോഹിതൻ. അതിനെ വിളിച്ചുകൊണ്ട് പോയി. ചെല്ലുമ്പോൾ കാണുന്നത് അർദ്ധപ്രാണനായി കിടക്കുന്ന നിരവധി പേര്, കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടവർ, ചിത്തഭ്രമം ബാധിച്ചവർ, വസ്ത്രം നന്നായി ധരിക്കാൻ അറിയില്ലാത്തവർ. എപ്പോഴും അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ആ മനുഷ്യൻ്റെ നല്ല യൗവനം, 10-12 കൊല്ലത്തെ പഠനാനന്തരം അവിടെ നിന്ന് സേവനം ചെയ്യുക. ആ വൃത്തിഹീനമായ വിസർജ്യ വസ്തുക്കളൊക്കെ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി, അതിനിടയിൽ എനിക്കൊരു ചായ തരാൻ അദ്ദേഹം അകത്തേക്ക് പോവാണ്. ആ പരിസ്ഥിതി വളരെ മോശമാണ്. ചായ തന്നാൽ ഒരാൾ കുടിക്കില്ല. അദ്ദേഹം കൈയൊക്കെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി എണ്ണം കൊണ്ട് അകത്തേക്ക് പോകുമ്പോഴും ഞാൻ ആ ചായ കഴിച്ചു. അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം. ഒപ്പം അവിടെ എല്ലാം നടന്നു കണ്ടു. ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന കുറേ ആളുകളെ കണ്ടു. ഇവിടെയൊക്കെ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, ആരും ശമ്പളത്തിനല്ലത് ചെയ്യുന്നത്, ഒരു സേവനം. നന്മയുള്ള മനുഷ്യർ ഒത്തുചേർന്നാൽ ഇങ്ങനെ ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അതിനെ കൂട്ടായ്മ വേണമെന്ന് പറയുന്നത്. 2-3 പേർ തിരുനാമത്തിൽ കൂടി വരുമ്പോൾ ഏറ്റവും നന്മയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നമ്മളും പണിയപ്പെടും, നമ്മൾ ശക്തിപ്പെടും. ഈ നെട്ടിൽ ഇന്ന് വചനം കിട്ടുകൊണ്ടിരിക്കുന്ന സകലരിൽ ഒരു നന്മയുണ്ട്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കാൻ, കഷ്ടപ്പെടുന്നവൻ്റെ വേദനയിൽ പക്ഷം ചേരാൻ, ഭാരപ്പെടുന്നവനൊപ്പം നിൽക്കാൻ. ആ കൂടെ കർത്തൃ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഇരട്ടിയാകും. ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ അവിടെ നമ്മളെ പ്രേരിപ്പിക്കും. കരുത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ അവിടെ നമ്മളെ സഹായിക്കും. തിന്മയ്ക്കും ഈ കുഴപ്പമുണ്ട്. കൂടി തിന്മ നമ്മളെ വല്ലാതെ പിന്നോട്ടടിക്കും. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളിലെ തിന്മ എന്താണെന്ന് ആ നിഗൂഢ ആത്മാക്കൾക്കറിയാം. അവ നമ്മുടെ മുമ്പിൽ അത് കൊണ്ടുതരും. ഉദാഹരണം, ഈ സ്ഥലത്ത് മദ്യപിച്ച് മതോന്മത്തനാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന, തല്ല് അത്യാവശ്യം കൊടുക്കുകയും അതിലേറെ വാങ്ങുകയും ചെയ്യുന്നൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. അവനെ കൊണ്ട് മടുത്തു. അപ്പോൾ വീട്ടുകാരെല്ലാം പറഞ്ഞു, ഗൾഫിൽ ഒരു കസിനുണ്ട്, അവധിക്ക് വന്നപ്പോൾ അവനോട് പറഞ്ഞു, എന്നാൽ ഇവനെ ഒന്ന് കൊണ്ടുപോകും. 6-7 കൊല്ലമായിട്ട് അവരവിടെ കുടുംബതാമസമാണ്. ഇവൻ കാരുണ്യമോർത്ത് അവിടെ കൊണ്ടുവന്ന ഒരു കാര്യം ഉറപ്പാണ്, ഒരു 3-ാം മാസം അവനെ ഇവൻ ആദ്യം ഇറക്കും. എന്താ കാരണമെന്ന് അറിയണ്ടേ? അവനവിടെ പോയാൽ ഇത്തരം ഒരു കൂട്ടുകാരനെ അവിടെ കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പം നാളെ ഒരു ബന്ധമാണ്. ബന്ധം എന്താ പറയാനൊക്കെ ഇവിടെ കേരളത്തിൽ ഹർത്താൽ അപ്പം ഏതാ. അപ്പം ഈ എങ്ങനെയെങ്കിലും നിങ്ങളൊരു കല്യാണത്തിന് ഇവിടുന്ന് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ബസ് വിളിച്ചു പോവാണ്. വിവാഹം എന്നൊക്കെ എഴുതി പോകാമല്ലോ. എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞു കിടക്കുന്നു. നമ്മളെല്ലാം യാത്ര ചെയ്യുന്ന കൂടെ 1-2 കുപ്പി വീശുന്ന കക്ഷികളുണ്ടെങ്കിൽ കൃത്യം വണ്ടി നിൽക്കുന്ന ഇടത്തുനിന്ന് ഇവരിറങ്ങും. ഒരു ബോർഡും വേണ്ട, ഒരു പരിചയവും വേണ്ട. ഇത് കിട്ടുന്ന സ്ഥാനത്തേക്ക് ഇവരറിയാതെ പോകും. പിന്നെ കുടിച്ചു ബോധം കെട്ടാ തിരിച്ചു വരുന്നത്. ഒരു പരിചയം വേണ്ട. ഇതെങ്ങനെ സാധിക്കുന്നത്? ഇതാണ് ഈവിൾ സ്പിരിറ്റിൻ്റെ ഓപ്പറേഷൻ. പൈശാചിക ശക്തികൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. തിന്മകളുടെ വ്യാപാരത്തിലേക്ക്, തിന്മകളുടെ ഇടപെടലിലേക്ക് അദൃശ്യ ശക്തികൾ അങ്ങനെ സ്വാധീനം ചെലുത്തും. കൊരിന്തിലും ഇതൊക്കെ ഉണ്ടായി. കൊരിന്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന സഭയ്ക്കുള്ളിലേക്കും കാലക്രമേണ ഈ ശക്തികൾ
വല വീശി അകത്ത് കിടന്നു. സമ്പന്നരാ കൂടുന്നത്. അവർ തമ്മിൽ പ്രശ്നമായി. ഒട്ടേറെ പ്രശ്നങ്ങൾ രൂപപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ആകെ 5 ലേഖനങ്ങളുണ്ടായിരുന്ന നമ്മുടെ പക്കൽ 3 ലേഖനമാണുള്ളത്, 2 ലേഖനമാണുള്ളത്. വേറെ 3 ലേഖനം കൂടി ഒരു പരമ്പര പോലുണ്ടായിരുന്ന. ഏതായാലും ഈ 2 ലേഖനങ്ങളെ തന്നെ ആസ്പദമാക്കി ചിന്തിച്ചാൽ ഒട്ടനവധിയായ സംഭവവികാസങ്ങൾ കാണാം, ഒട്ടനവധി വസ്തുതകൾ കാണാം. ഈ വസ്തുതക്കിടയിൽ ആ ദേശത്ത് രൂപപ്പെട്ടു വന്ന 2 ആശയങ്ങൾ അപ്പോസ്തലൻ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ ആശയം ചർച്ച ചെയ്യുന്നത്, ജൂതന്മാർ ഇവിടെ ധാരാളമുണ്ട്, യഹൂദന്മാർ. അവർ അടയാളം ചോദിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഹൂദന്മാർക്കൊരു സ്വഭാവമുണ്ട്. അവർ കാലങ്ങൾക്കപ്പുറത്തൊരു പ്രമാണം കൈപ്പറ്റിയവരാ, പരിഷ്കൃതമായൊരു വിശ്വാസമുള്ളവരാ, വിഗ്രഹാരാധനയില്ലാത്തവരാ. വർഷങ്ങൾക്കപ്പുറത്ത് അവർക്ക് സൂര്യൻ, ചന്ദ്രൻ, ചരാചരങ്ങൾ, ഒഴുകുന്ന ജലാശയം, തിരിയുന്ന ഭൂമി, കാണപ്പെട്ടതും കാണാൻ കഴിയാത്തതുമായ സകലതും ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. ഒരു പ്രകൃതി ശക്തിയെയും അവർ നമിക്കില്ല. പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിക്ക് പിന്നിൽ ഒരാത്യന്തിക ജനയിതാവുണ്ടെന്നും ആ ദൈവത്തെ മാത്രം വിശ്വസിച്ചു പോരുന്ന ഏകദൈവം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരാ. ഈ ഏകദൈവ വിശ്വാസമുണ്ട്, അവർക്ക് പ്രമാണമുണ്ട്, അവർക്ക് 10 കൽപ്പനകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഇരുന്നിട്ടും അവർക്കുള്ളിൽ ഇതിൻ്റെ മൂല്യങ്ങളില്ലാതെ അവർ വഴിതെറ്റിപ്പോകപ്പോഴൊക്കെ പ്രവാചകന്മാർ അവരെ നേരായ വഴിക്ക് നടത്താൻ ശ്രമിച്ചു. വീണ്ടും വഴിതെറ്റിയവര് ആ തെറ്റിയ വഴിയിലൂടെ തകർന്നടിഞ്ഞപ്പോൾ തലമുറയ്ക്ക് ഒരു മടങ്ങി വരവിന് ദൈവം അവസരം കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ ഈ ആളുകൾ എന്നും കേട്ടും പഠിച്ചും ഇരിക്കുന്നൊരു കാര്യം, ഈ അസ്വസ്ഥതകളൊക്കെ ഞങ്ങളുടെ നിന്ന് മാറണമെങ്കിൽ ഒരു ദിവസം ഒരു മശിഹ രാജാതിരാജാവായി ഞങ്ങൾക്കിടയിൽ വാഴണം. ഒരു മശിഹ വരണം. മശിഹയുടെ ഭരണത്തിൽ ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. അയൽ രാജ്യങ്ങൾ ആക്രമിക്കുന്നു, ഞങ്ങൾക്ക് മറ്റ് പല വിധത്തിൽ നഷ്ടങ്ങൾ വരുന്നു. രാജാക്കന്മാരുണ്ട്, അവർ ഞങ്ങളെ നേരായ വിധത്തിൽ നടത്തുന്നില്ല. പുരോഹിതന്മാരുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഈ പ്രവണതയ്ക്ക് നടുവിൽ സ്വസ്ഥതയുള്ള ഒരു ഭരണവും അനുഗ്രഹവും ലഭിക്കാൻ ഞങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു രാജ്യത്തിൻ്റെ അധികാരികളായി ഇത്തരത്തിലൊരു മശിഹ വരണം എന്ന് കാത്തിരിക്കുകയും അതിൻ്റെ ആലോചനകൾ അവർ പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൂതും ഒരു സന്ദേശവുമൊക്കെ കിടക്കുന്ന സ്ഥിതിക്ക് താൻ മശിഹയാണ് എന്ന വാദമുയർത്തിക്കൊണ്ട് നിരവധി ആളുകൾ വന്നവർക്കിടയിൽ. അവരാരെയും വിട്ടില്ല. അവർ പറഞ്ഞു, താൻ മശിഹ എന്നൊക്കെ വിശ്വസിക്കാം, ചില അത്ഭുതങ്ങൾ ഞങ്ങളെ ഒന്ന് കാണിക്കണം, ഒരടയാളം. അതിലൊക്കെ അവർ പരാജയപ്പെട്ടപ്പോൾ അവരെ വിശ്വസിച്ച ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ട് അത് ചിതറി. അപ്പം ജൂതൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അടയാളങ്ങൾ ചോദിക്കുക. അടയാളം ചെയ്തവരെ, അത്ഭുതം ചെയ്തവരെ വിശ്വസിച്ചില്ല. ആ അടയാളം ചോദിച്ചവർ നടുവിൽ കർത്താവായ യേശുക്രിസ്തു 3.5 കൊല്ലങ്ങൾ പ്രവർത്തിച്ചത് അവരുടെ ചിന്താമണ്ഡലത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന വിധത്തിൽ. എന്തായിരുന്നു ആ യേശു ചെയ്ത പ്രവൃത്തികൾ? ആ പ്രവൃത്തികൾ തുടക്കം കാനാവില. ആ കാനാവിൽ ആരംഭിച്ച കല്യാണ നാളിലെ അനുഗ്രഹിക്കപ്പെട്ട ആ വിരുന്നു സൽക്കാരം മുതൽ അങ്ങ് ഗോൽഗോഥാ വരെ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെ 1000-ൽ പരം ദിവസങ്ങൾ യേശു ഭൂലോകത്തിലുണ്ടായിരുന്നു. ആ 1000-ൽ പരം ദിവസങ്ങൾ അവർ കണ്ടു കടലിൻ മീതെ നടക്കുന്ന ക്രിസ്തുവിനെ. അവർ കണ്ടു സുശക്തമായ വിധത്തിൽ മരണത്തിൻ്റെ മീതെ ആധിപത്യമുള്ള ക്രിസ്തുവിനെ. അവർ കണ്ടു വിശന്നലയുന്ന മനുഷ്യർക്ക് ആഹാരം നൽകുന്ന ക്രിസ്തുവിനെ. അവർ കേട്ടറിഞ്ഞു ക്രിസ്തുവിൻ്റെ ചൈതന്യം പിറവി കുരുടന് സൗഖ്യം കൊടുക്കുന്ന അനുഭവങ്ങൾ, കൈകാലുകൾ തളർന്നവർക്ക് വിടുതൽ കൊടുക്കുന്ന അനുഭവങ്ങൾ, മാരക രോഗികളെ സുഖപ്പെടുത്തുന്ന 100 അനുഭവങ്ങളുടെ പരമ്പരകൾ അവർ കണ്ടും കേട്ടും അറിഞ്ഞിട്ടും ഈ ക്രിസ്തുവിലും വിശ്വസിച്ചില്ല. അടയാളം തിരക്കുന്ന അവരുടെ മനസ്സ് മറുവശത്ത് ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന വിധത്തിൽ ക്രൂരമായിരുന്നു. ഇതൊരു പറ്റം ആളുകളുടെ ശൈലിയായിരുന്നെങ്കിൽ ഈ ഒരു കൂട്ടരുണ്ട്. അതാരാണെന്ന് അറിയണ്ടേ? അത് യവനന്മാരാണ്. യവനൻ എന്ന് വെച്ചാൽ ഗ്രീക്കുകാരൻ. ഗ്രീക്കുകാരുടെ സമീപനം മറ്റൊന്നാണ്. അവർ സംഗീതം, നാടകം, കവിത, ഗണിതം,
തത്വചിന്ത ഈ വഴിക്കാണ് അവരുടെ ഒരു യാത്ര. അവർ കലാകാരന്മാരാ. അവിടെ നിന്നാണ് പ്രസിദ്ധമായ ഒഡീസി, ഇലിയഡ് ഇതൊക്കെ രൂപപ്പെടുന്നത്. ഹോമർ ഒരു കവിയും ചിന്തകനും ശില്പിയും ഒക്കെ ആയിരുന്നു. അവർക്കിടയിൽ നിന്ന് മഹാനായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ രൂപപ്പെടുന്നത്. അവർക്കിടയിൽ നിന്നാണ് ഡയോജനസ് രൂപപ്പെടുന്നത്. നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന ഗണിത തത്വങ്ങൾ പലതും ഉണ്ടല്ലോ. പൈ ആർ സ്ക്വയർഡൊക്കെ ഉണ്ടല്ലോ, 2πr ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഗ്രീക്ക് അക്ഷരങ്ങളാണ്. പൈ ഗ്രീക്ക് ഒരു വലിയ വിജ്ഞാന ഭാഷയാണ്. ആ വിജ്ഞാന ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയേ. ആ പുതിയ നിയമത്തിൽ കിടക്കുന്ന പദങ്ങളാണ് കലാലയത്തിൽ പഠിക്കുന്ന നിങ്ങൾ പലതും പഠിക്കുന്നത്. ഉദാഹരണം ബയോളജി, ബയോസ് അർത്ഥം ലൈഫ്, ലോഗോസ് അർത്ഥം ശാസ്ത്രം. അത് ബൈബിളിൽ കിടക്കുന്ന പദമാണ്. ഇനിയുണ്ട് വൈദ്യശാസ്ത്രമില്ലേ, ആ വൈദ്യശാസ്ത്രത്തിൽ നിങ്ങൾ പഠിക്കുന്ന പദങ്ങളൊക്കെ തന്നെ ബൈബിളിലുള്ളതാ. ഉദാഹരണം, കണ്ണിന് അസുഖം വന്നാൽ നിങ്ങൾ പോയി കാണുന്ന ഡോക്ടർ ഒഫ്താൽമോളജിസ്റ്റിനെയാണ്. കണ്ണിന് ബൈബിളിൽ പറയുന്ന ഒഫ്താൽമോസ്, ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച വെട്ടോട്ട് സദൃശ്യമായ കാലിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അഗ്നിജ്വാലക്കൊത്ത കണ്ണെന്ന് പറയുന്നുണ്ടല്ലോ, ഒഫ്താൽമോസാണ്. വെളിപ്പാട് ദിവസത്തിൽ പറയുക, ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. ഗ്രീക്കിൽ കിടക്കുക, എനിക്ക് നിൻ്റെ കാർഡിയായും അതുപോലെ നെഫ്രോണും അറിയാം. കാർഡിയ ഹൃദയമാണ്, നെഫ്രോൺ നിങ്ങൾക്കറിയാമല്ലോ. വീണ്ടും സ്ത്രീകൾ പ്രസവരക്ഷയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന വൈദ്യനുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഗൈനക്കോളജി. ഗുനൈ എന്ന് വെച്ചാൽ സ്ത്രീ. യേശു തൻ്റെ അമ്മയെ വിളിച്ചതാണ് ഗുനൈ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഗുനൈ. ആ ഗുനൈ എന്ന് വെച്ചാൽ സ്ത്രീയെ എന്നാണ് അർത്ഥം. ഇനി പൈഡിയ ഉണ്ട്, ചിൽഡ്രൻ, പീഡിയാട്രീഷ്യൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടരുകൾ മുഴുവൻ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ ബൈബിളിൽ വന്ന് സംഗമിക്കുന്ന അഭൂതപൂർവമായ കാഴ്ചയുണ്ട്. ബൈബിൾ എഴുതുന്നത്, പുതിയ നിയമം എഴുതുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അന്നത്തെ തത്വചിന്തകരുടെ ഭാഷയിൽ, സോക്രട്ടീസിൻ്റെ ഭാഷയിൽ, ഡയോജനസിൻ്റെ ഭാഷയിൽ, പ്ലേറ്റോയുടെ ഭാഷയിൽ, ഇലിയഡും ഒഡീസിയും ഒക്കെ എഴുതി ഒഡീഷ്യസിൻ്റെ ഭാഷയിൽ അന്നത്തെ ക്ലാസിക്കൽ സാഹിത്യത്തെ വെല്ലുന്ന വിധത്തിലാണ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളൊക്കെ രൂപപ്പെടുത്തി വെച്ച് ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകഭാഷകളും വ്യാപരിക്കപ്പെട്ട ഈ ഭാഷയിലാണ് അപ്പോസ്തലൻ സമ്പാദിച്ചത്. ഈ തിരുവെഴുത്തുകൾ 27 പുസ്തകങ്ങൾ എഴുതിയത്. ഒരു ക്ലാസിക്കൽ സ്പർശമുള്ള ആ ഗ്രീക്ക് ഭാഷ അതിൽ തന്നെ ഒരു കാവ്യ സ്വഭാവമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ സംസ്കൃതത്തോടും അനുബന്ധമായ ഇംഗ്ലീഷ് ഭാഷയോടും ലാറ്റിൻ ഭാഷയോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഈ ഗ്രീക്ക് ഭാഷയുടെ പിറവി. ആ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരായിരുന്നു ഞാനും നിങ്ങളും പറയുന്ന യവനർ അഥവാ ഗ്രീക്കുകാർ. ഈ ഗ്രീക്കുകാർ അത്യധികം ഗവേഷണ പഠനമുള്ള ബുദ്ധിമാന്മാരായിരുന്നു. അവർക്ക് അടയാളമൊന്നും കാണണ്ട. അവർക്ക് തങ്ങളുടെ ജ്ഞാനത്തെ തൃപ്തിപ്പെടുത്തണം. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ലോജിക്കൽ ആൻസർ കൊടുക്കണം, യുക്തിസഹജമായ മറുപടി കൊടുക്കണം. അവർക്കതിനപ്പുറത്തൊന്നും കേൾക്കേണ്ടതില്ല. ജ്ഞാനത്തിൻ്റെ പുത്തൻ ആശയങ്ങൾ കേൾക്കണം, ഏറ്റവും നവീനമായ ചിന്തകൾ കേൾക്കണം. അത് മതമാകട്ടെ മതരഹിതമാകട്ടെ അവൻ്റെ യുക്തിക്കിണങ്ങുന്ന വിധത്തിലാകണം. മതപരമായൊരു വിശ്വാസം അവിടെ നിലനിന്നിരുന്ന രസകരമായൊരു കാഴ്ച പറയാം. ആ നാട്ടിൽ അധേന എന്നൊരു സ്ഥലമുണ്ട്, ഏതൻസ്. ഈ ഏതൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഏതൻസിലാണ് ക്രിസ്തുവിന് 776 വർഷങ്ങൾക്കപ്പുറത്ത് ഈ നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ആ ഒളിമ്പിക്സിൽ ശ്രീലാളിതനായി വരുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന വിജയത്തിൻ്റെ ചിഹ്നമാണ്, പ്രകീർത്തനമാണ് അവൻ്റെ ശിരസിൽ വെക്കുന്ന ഒലിമരത്തിൻ്റെ ചില്ല കൊണ്ട് മെടഞ്ഞ ഒരു മനോഹര കിരീടം. അത് രാജാവ് അവൻ്റെ ശിരസിലേക്ക് ജയാളിക്ക് തലയിൽ വെച്ച് കൊടുക്കും. ആ ഒലിവിൻ്റെ ഇലയ്ക്ക് അന്നും ഇന്നും അവിടെ വിലയാണ്. നമുക്കൊന്നും വെറുതെ കയറി ഇസ്രയേലിൽ ചെന്നാലും നീ ഒലിവിൻ്റെ ഇല ഒടിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അത്തരത്തിൽ വലിയ ഗൗരവമുള്ള അവരുടെ ദേശീയ ചിഹ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്നും അന്നും. ഈ ഒലിവിൻ്റെ ഇലയിൽ, ഈ ചില്ലയിൽ മടഞ്ഞ ഒരു മനോഹര കിരീടം ഇവൻ്റെ തലയിൽ വെക്കും. അവൻ വിജയശീലാളിതനായി ഈ സ്ഥലം വിട്ട് ഒരാഴ്ച എടുക്കുന്ന സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് ഈ ഏതൻസിലെ ഒളിമ്പിക്സിൽ അവസാനം അങ്ങനെ വിജയിച്ചവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കെ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും അവൻ തലയിൽ വെച്ചിരിക്കുന്ന ഒലിമരത്തിൻ്റെ ജില്ല കൊണ്ടുള്ള ആ കിരീടം ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ വെയിലിൻ്റെ ചൂടേറ്റ് അത് വാടിത്തുടങ്ങും. ഈ വിജയശീലാളിതൻ അവൻ്റെ ആഘോഷ പരിപാടികൾ 1-2 ആഴ്ച എടുത്ത് തീരും മുമ്പ് തലയിലണിയിച്ച കിരീടം ഓട്ടക്കളത്തിലൊക്കെ ഓടി ജയം പ്രാപിച്ചു വരുന്ന അവൻ്റെ കിരീടം വാടുന്നത് കണ്ടിട്ട് പൗലോസ് പറയുക, ഞങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നു.
ഗ്രീക്ക് ചിന്തയെ അഭൂതപൂർവമാക്കുന്ന വിധത്തിൽ, അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ആ ചിന്തകളോട് കൃത്യമായി ഇടപഴകിക്കൊണ്ടാണ് ബൈബിളിലെ സംഭവ വികാസങ്ങൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് പശ്ചാത്തലത്തോടും യഹൂദ പശ്ചാത്തലത്തോടും റോമൻ പശ്ചാത്തലത്തോടും ഒരുപോലെ സമ്പാദിക്കുന്ന മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അപ്പോസ്തലൻ സുവിശേഷത്തിന്റെ മഹിമ വർണ്ണിക്കുമ്പോൾ ഈ രണ്ടു കൂട്ടരെയും ഒരേ സ്ഥലത്ത് നിർത്തിയിട്ട് മറുവശത്ത് റോമാക്കാരെയും നിർത്തിയിട്ട് അതിന്റെ നടുവിലൂടെ ഒരു ഉപകരണത്തെ ശക്തിപ്പെടുത്തി ഉയർത്തിട്ട് പറയുക, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നോക്കണം, റോമൻ സർവാധിപത്യത്തിന്റെ തേർവാഴ്ച ഒരു ഭാഗത്ത് പട്ടുപോയപ്പോൾ, യഹൂദന്മാരുടെ അന്വേഷണ ത്വരകൾ, അടയാളം ചോദിച്ചുള്ളവരുടെ യാത്രകൾ ഒരു ഭാഗത്ത് പരാജയപ്പെട്ടപ്പോൾ, ഗ്രീക്ക് തത്വചിന്ത ആ വരുന്ന വഴിക്ക് തന്നെ പരാജയപ്പെട്ടപ്പോൾ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന് കാരണമുണ്ട്. പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവ് കൊണ്ട് യഹൂദന്മാരുടെ അന്വേഷണ ത്വരകളും അടയാളം ചോദിക്കലുമെല്ലാം തീർന്നപ്പോൾ, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും കണ്ടെത്തിയ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അത് കാലകരണപ്പെട്ട് പുത്തൻ ജ്ഞാനത്തിന്റെ വഴി തേടി ശാസ്ത്രലോകം മുന്നോട്ട് പോയപ്പോൾ, അവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ 5 വൻകരകളിലും ഒരു വളവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന മഹത്തരമായ സത്യത്തിന്റെ പേരാണ് സുവിശേഷം. ലോകത്തേറ്റവും അധികം അനുഗാമികളുള്ളത് സുവിശേഷത്തിനാണ്. ലോകത്തേറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ആരാധ്യ പുരുഷന്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ആ യേശുക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും ഈ രാത്രി വീണ്ടും ഉയർത്തിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ അന്തസത്ത, അതിൽ അടങ്ങിയിരിക്കുന്ന സാർവത്രികമായ സത്യം ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കട്ടെ. മറ്റൊരുവല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. ആ സുവിശേഷത്തിന്റെ മഹനീയതയിൽ നമുക്ക് ഈ വചനത്തെ വീണ്ടും വിശകലനം ചെയ്യാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.